1023 ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നുണ്ട്, പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമേ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കൂ. ഇന്ന് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ഒരു പൈശാചിക പ്രബോധനം, പാഷാണ്ഡത, അത് ആദിമ സഭയിലുണ്ടായിരുന്ന പാഷാണ്ഡതയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹം മാത്രമാണ്, ദൈവം കരുണ മാത്രമാണ്, ദൈവം സ്നേഹമാണ് സഹോദരങ്ങളെ, കരുണയാണ്, ഒരു സംശയമില്ല. പക്ഷേ ദൈവം നീതിയുടെ ദൈവം കൂടിയാണ്, ദൈവം പരിശുദ്ധനാണ്. ഈ സത്യം മറക്കരുത് നമ്മൾ. അതുകൊണ്ട് ചിലർ പഠിപ്പിക്കുകയാണ്, എന്താ പഠിപ്പിക്കുന്നത്? ദൈവം സ്നേഹം മാത്രമായതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ല, എല്ലാവരെയും കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന്. അങ്ങനെ ഒരിക്കലും നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നില്ല. അത് കത്തോലിക്ക സഭയുടെ പ്രബോധനമല്ല. സഭ ഒരിക്കലും അത് പറയുന്നില്ല. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമേ കർത്താവിനോട് കൂടെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കൂ. പിന്നെ ശുദ്ധീകരണ സ്ഥലം, ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. 1030 ഖണ്ഡികയിൽ അത് പറയുന്നുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്. നരകത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? 1033, 34, 35 ഖണ്ഡികയിൽ പറയുകയാണ്, വിശ്വസിക്കാനും മാനസാന്തരപ്പെടുവാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള സ്ഥലമാണ്, അതാണ് നരകം. മാരക പാപത്തിൽ സഭ പഠിപ്പിക്കുകയാണ്, മാരക പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാവ് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നു. അപ്പോൾ ഇത് സഭയുടെ പ്രബോധനമാണ്, നമ്മളിതിനെ പേടിക്കുന്നത്. ഇത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകളാണ് സഹോദരങ്ങൾ. എന്തിനെ? നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാൻ, നമ്മൾ കൃപയിൽ വളരുവാൻ, നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തുവാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അനേകർ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യുവാനുമുള്ള സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെ. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തുറവിയോടെ ഈ ശുശ്രൂഷ നമുക്ക് വ്യാപരിക്കാം. കർത്താവ് ഇന്നോളം നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസ് പറയുന്നുണ്ട്, ഉത്തമമായ പ്രബോധനത്തിൽ ജനം സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ഇതൊരു അടയാളമാണ് സഹോദരങ്ങളെ. കാരണം ഇവിടെ നമുക്ക് നഷ്ടപ്പെടലുകളുണ്ട്. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിനെ, നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിനെ, നമ്മുടെ മാനസാന്തരം ആവശ്യപ്പെടുന്ന കർത്താവിനെ പലപ്പോഴും നമുക്ക് അത് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. അനുഗ്രഹിക്കുന്ന ദൈവം, സുഖപ്പെടുത്തുന്ന ദൈവം, നമുക്ക് വേണ്ടതെല്ലാം വാരിക്കോരി തരുന്ന ദൈവം, ആ ദൈവത്തെ എന്തൊരു ഇഷ്ടം നമുക്ക്. ആ ദൈവത്തെ എന്തൊരു ഇഷ്ട സന്തോഷം നമുക്ക്. അതൊക്കെ ദൈവം തരും സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ മാനസാന്തരവും നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ ആത്മരക്ഷയും കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണെന്നുള്ള സത്യം നമ്മൾ മറക്കരുത് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് യൂദാശ്ലീഹ പറഞ്ഞത്, താൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വചനത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുവീൻ. വചനങ്ങൾ നിങ്ങൾ ഓർക്കുവീൻ. അപ്പോൾ നമ്മൾ ഈ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ നമ്മൾ അറിയാതെ പോകരുത്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാന ഗോപിയിലൂടെ ഇപ്രകാരം നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, ഈറ്റുനോവിൻ്റെ കാലമെന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെടുന്ന കാലമാണ്. അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത, ഹൃദയ കാഠിന്യത്തിൽ ജീവിക്കുന്ന അസംഖ്യം ആത്മാക്കൾ, നമുക്കവരെ പ്രതിയുള്ള ആത്മഭാരവും വേദനയും പ്രാർത്ഥനയും ആത്മാക്കളെല്ലാം നേടുവാനുള്ള തീഷ്ണതയും അതിനാവശ്യമായ ത്യാഗപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെടുന്ന കാലം. വെളിപാട് പുസ്തകം 9-ാം അധ്യായം 20-21 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുതപിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും
സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നത് അവർ പിന്തിരിഞ്ഞില്ല. അവർ അനുതപിച്ചില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം, മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുതപിച്ചില്ല. അവർ അനുതപിച്ചില്ല. സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ എന്താണ് ആത്മാവ് പറയുന്നത്? അനുതാപം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ, മാനസാന്തരമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. അനുതാപത്തിന്, മാനസാന്തരത്തിന് വില കൽപ്പിക്കാതെ, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ, അതിൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ് ലൗകികതയിലും സുഖലോലുപതയിലും ജഡീകതയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. അവർ അനുതപിച്ചില്ല. തങ്ങളുടെ കൊലപാതകത്തെക്കുറിച്ച്, തങ്ങളുടെ മന്ത്രവാദത്തെക്കുറിച്ച്, തങ്ങൾ ചെയ്ത വ്യഭിചാരത്തെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ച് അവർ അനുതപിച്ചില്ല. എന്താണ് ആ വചനം പറയുന്നത്? അനുതാപം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 16-ാം അധ്യായം 11-12 വചനങ്ങളിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 16-ാം അധ്യായം 10-11 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ പറയുന്നത് എന്താണ്? മനുഷ്യൻ കഠിന വേദന കൊണ്ട് നാവ് കടിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ, ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. എന്റെ സഹോദരങ്ങളെ, ആത്മാവ് ആവർത്തിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അവർ അനുതപിച്ചില്ല. അനുതാപ ഹൃദയത്തിലേക്ക് വന്നില്ല. ഹൃദയ കാഠിന്യ നിമിത്തം അവർ ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരുന്നു. അവർ ദൈവത്തിന്റെ നാമത്തെ പരിഹസിച്ചു. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. സഹോദരങ്ങളെ, ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരു തലമുറയുടെ മധ്യയാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ദൈവത്തെ ബാധ്യതയായി കാണുന്ന, ദൈവവചനത്തെ അത് വലിയ പ്രയാസമായി കാണുന്ന ഒരു കാലയളവ്. വീണ്ടും വെളിപാട് പുസ്തകം 16-9 പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു. പലവിധ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതെല്ലാം സംഭവിച്ചപ്പോൾ മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയല്ല ചെയ്യുന്നത്. മനുഷ്യ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ദൈവഭയത്തോടെ ജീവിക്കുവാനുള്ള ആഗ്രഹം വരികയല്ലേ ചെയ്തത്. അവർ വീണ്ടും ദൈവമായ കർത്താവിന്റെ നാമത്തെ ദുഷിക്കുകയാണ്. ആ നാമത്തെ പരിഹസിക്കുകയാണ്. ദൈവത്തെ തള്ളിക്കളയുകയാണ്. കർത്താവിൻ്റെ നാമത്തെ അപഹസിക്കുകയാണ്. തുടർന്ന് വചനം പറയുകയാണ്, അവർ അനുതപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ അനുതപിക്കുകയോ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തില്ല. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് ഇക്വഡോറിലുള്ളൊരു വലിയൊരു മിസ്റ്റിക്, പാട്രിയ താൽബോധ് എന്ന് പറയുന്ന ആ മിസ്റ്റിക്കിനോട് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശം അറിയിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളതായിരിക്കണം, കാപട്യമുള്ളതാകരുത്. നമ്മുടെ അനുതാപവും മാനസാന്തരവും കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയുള്ളതാകണം. എൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ അന്ത്യകാലത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം. എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം. സഹോദരങ്ങളെ, സ്വർഗം ആവശ്യപ്പെടുകയാണ് നമ്മുടെ മാനസാന്തരം ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയുള്ളതായിരിക്കണം. ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള ഒരു ഉപാധിയായി മാത്രം നമ്മൾ കർത്താവിനെ കാണരുതേ. നമ്മൾ മാനസാന്തരത്തിൽ ലക്ഷ്യം വെക്കരുതേ. നമ്മുടെ എന്തിനാ മാനസാന്തരം സ്വർഗം ആവശ്യപ്പെടുന്നത്? നമ്മുടെ നിത്യജീവന് വേണ്ടിയാ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ. ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവെച്ചു, നമ്മൾ ആത്മജീവിയാണ്. നമുക്കൊരു ആത്മാവുണ്ട്. ഒരു മനുഷ്യാത്മാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞില്ലേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം?